കൈക്കൂലി കൊടുത്തു, കൈക്കൂലി കൊടുക്കേണ്ടി വന്നു, കൈക്കൂലി കൊടുക്കും. ഇവയൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്ന് നോക്കാം. 2 എക്സ്പ്രഷൻസാണ് സ്വതവേ നമ്മൾ ഉപയോഗിക്കുക. ഒന്ന് ഒരു ഇഡിയമാണ്, ഒരു ശൈലി. ഗ്രീസ് ദ പാം, കൈ നനച്ചു കൊടുക്കുക എന്നൊക്കെ പറയാം. മറ്റേത് കൈക്കൂലി എന്നർത്ഥം വരുന്ന സിമ്പിൾ ഇംഗ്ലീഷ്, ബ്രൈബ്. ഇവിടെ ഐ ഗ്രീസ്ഡ് ഹിസ് പാം ടു ഗെറ്റ് ദ ജോബ്. ഞാൻ അവന് കൈക്കൂലി കൊടുത്തു ജോലി കിട്ടാനായിട്ട്. ഗ്രീസ്ഡ് ഹിസ് പാം എന്നുള്ളത് ഒരു ഇഡിയമാണ്, ഒരു ശൈലിയാണ്, ആലങ്കാരിക ഭാഷയാണ്. സിമ്പിൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഐ ബ്രൈബ്ഡ് ഹിം ടു ഗെറ്റ് ദ ജോബ്. ഇവിടെ ഹാഡ് ടു ഉപയോഗിച്ച് വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ഐ ഹാഡ് ടു ഗ്രീസ് ഹിസ് പാം ടു ഗെറ്റ് ദ ജോബ്. ജോലി കിട്ടാനായി അവന് കൈക്കൂലി കൊടുക്കേണ്ടി വന്നു. ഐ ഹാഡ് ടു ബ്രൈബ് ഹിം ടു ഗെറ്റ് ദ ജോബ്. ഈ ഹാഡ് ടു കൊണ്ട് കൊടുക്കേണ്ടി വന്നു, കൈക്കൂലി കൊടുക്കേണ്ടി വന്നു എന്ന അർത്ഥത്തിലെത്തിച്ചു. നെക്സ്റ്റ്, ഐ വിൽ ഗ്രീസ് ഹിസ് പാം ടു ഗെറ്റ് ദ ജോബ്. വിൽ ഗ്രീസ് ഹിസ് പാം, കൈക്കൂലി കൊടുക്കും. ഐ വിൽ ബ്രൈബ് ഹിം ടു ഗെറ്റ് ദ ജോബ്. ആ ജോലി കിട്ടാൻ ഞാൻ അവന് കൈക്കൂലി കൊടുക്കും.